നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചന ഇങ്ങോട്ട് വന്നായിരുന്നോ? ആരോടും പറയാതെയാ അവൾ ഇങ്ങോട്ട് പോകുന്നത്. എന്തായി പറയുന്നേ? അവൾ ഇങ്ങോട്ട് വന്നോ? ഇല്ല മോനെ, ഇവിടെ വന്നിട്ടില്ല. ചിലപ്പോ അർച്ചന വൃന്ദാവനത്തിലേക്ക് പോയതാണെങ്കിലോ? നീ ടെൻഷൻ ആകണ്ട. ഒരു സമാധാനത്തിന് വേണ്ടി അച്ഛനെയും അമ്മയും കാണാൻ പോയതായിരിക്കും. എന്നാ പിന്നെ അത് പറഞ്ഞെങ്കിൽ ഞാൻ കൊണ്ടുവിടില്ലായിരുന്നു. അതൊന്നുമല്ല ഏട്ടാ, കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് മുതല് അർച്ചന മനസ്സ് കൈവിട്ട അവസ്ഥയില. അവള് ഇനി വല്ല കയ്യബദ്ധം കാണിക്കുന്ന എന്റെ പേടി. അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ. നീ എന്തായാലും വൃന്ദാവനത്തിൽ ചെന്നൊന്ന് നോക്ക്. സന്ദീപേ വാടാ, നമുക്ക് അർച്ചന പോകാൻ സാധ്യതയുള്ള അമ്പലത്തിലൊക്കെ ഒന്ന് നോക്കാം. ശരി ഏട്ടാ. അവൾക്ക് മാത്രമല്ല, ഇനി ഇവിടെ പലർക്കും ഭ്രാന്ത് പിടിക്കും. ഇതുപോലുള്ള കാഴ്ചകൾ ഇനിയും ദൈവം എനിക്ക് കാണിച്ചു തന്നാ മതിയായിരുന്നു. ഇനി ഇവളെവിടെയെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോയതാണോ? എൻ്റെ ദൈവമേ, ഈ സന്തോഷങ്ങളെല്ലാം കൂടി എനിക്ക് ഒരുമിച്ചിങ്ങനെ തരല്ലേ. ലഹരി കലർത്തി ചോക്ലേറ്റ് നിർമ്മാണം. കൊച്ചിയിൽ മയക്കുമരുന്ന് കലർത്തി ചോക്ലേറ്റ് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 2 പേർ കസ്റ്റഡിയിൽ. വന്നപ്പോ നീ നാടിതെങ്ങോട്ടാ പോകുന്നതാ എനിക്ക് മനസ്സിലാവാത്ത. കൂടുതലും സ്കൂൾ കുട്ടികളാണ് ഇവരുടെ ഇരകൾ. ആദ്യം ചോക്ലേറ്റ് കൊടുത്ത് കുട്ടികളെ വശത്താക്കും, എന്നിട്ട് അവരെ ഉപദ്രവിക്കും. കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ആ സച്ചിമോൻ, എന്താ മോനെ? അർച്ചന ഇങ്ങോട്ട് വന്നായിരുന്നോ? ആരോടും പറയാതെയാ അവൾ ഇങ്ങോട്ട് പോകുന്നത്. എന്തായി പറയുന്നേ? അവൾ ഇങ്ങോട്ട് വന്നോ? ഇല്ല മോനെ, ഇവിടെ വന്നിട്ടില്ല. എന്താ ഉണ്ടായത് മോനെ? അവൾ എങ്ങോട്ട് പോയിന്നാ? ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ മുറിയിൽ അവളെ കണ്ടില്ല. വീട് മുഴുവൻ അന്വേഷിച്ചു, അവിടെ ഒന്നുമില്ല. ഈശ്വരാ, കുഞ്ഞിനെ കിട്ടാത്തോണ്ട് അവള് ഇന്നലെ ഡിപ്രസ്ഡ് ആയിരുന്നു. ആ കുഞ്ഞിനെ കിട്ടിയപ്പോ അവളുടെ ജീവിതം ഒന്ന് പച്ച പിടിച്ചു എന്ന് കരുതിയതാണ്. ഇപ്പൊ അതും പോയി. എന്റെ ദൈവമേ, ഇനി അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന് എന്റെ പേടി. നീ വെറുതെ ഓരോന്ന് പറയാതെ. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു സമാധാനത്തിന് വേണ്ടി അവൾ ഏതെങ്കിലും അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും. അവളുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു നോക്കി, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നമുക്കൊന്ന് പോലീസിൽ അറിയിച്ചാലോ മാഷേ? എന്തിനാ രാവിലെ പോലീസിനെ വിളിക്കുന്നേ? മോനെ, നമ്മുടെ അച്ഛമോളെ കാണാനില്ലെന്ന്. അവള് നെല്ലിശ്ശേരിന്ന് എങ്ങോട്ടാ പോയെന്ന്. പോയെന്നോ? എങ്ങോട്ട്? അതേ അനുപേട്ട, കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് മുതൽ അവളേതാണ്ട് സമനില തെറ്റിയതുപോലെയാ. രാത്രി ഉറങ്ങിയതുമില്ല. അവിടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്, ഇതുവരെ ഒരു വിവരവുമില്ല. കുഞ്ഞിനെ കൊണ്ടുപോയ അനാഥാലയം ഏതാണെന്ന് അവക്കറിയാവോ? അതറിയില്ല. എങ്കിൽ പിന്നെ അവൾ അത് അന്വേഷിച്ച് പോയതായിരിക്കും, ഉറപ്പാ. മോനെ, നിങ്ങളൊന്ന് വേഗം ചെല്ലേ, അവളെ പോയി വിളിച്ചോണ്ട് വാ. എന്റെ ഈശ്വര, എന്റെ കൊച്ചിനെ ഇനി എവിടെ പോയി അന്വേഷിക്കും? എനിക്ക് വയ്യ. അനുപേട്ട വാ, നമുക്കൊന്ന് അന്വേഷിക്കാം. മക്കളെ നിക്ക്, ഞാനും കൂടെ വരാം. വേണ്ട അച്ഛാ, അച്ഛൻ വരണ്ട, ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാം. വാ സച്ചി. നീ വിഷമിക്കാതെ, അവൾക്കൊന്നും സംഭവിക്കില്ല.
പേരെന്താ? ആന്റിയുടെ മോളെ ഇവിടെ എങ്ങാനും കണ്ടായിരുന്നോ? കണ്ടോ? മോള് പറ. ആരാ? ആരാന്ന്? നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? എന്തിനാ കുട്ടിയെടുത്തേ? അയ്യോ നാട്ടുകാരെ, ഓടി വരണേ! നിക്കവിടെ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ഒന്ന് വേഗം ഓടി വരണേ. എന്താ ടീച്ചറെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.